ടിക്കറ്റ് ടു ഫിനാലയുടെ 6ാമത്തെ റൗണ്ടിലുള്ള സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കാൻ പോകുന്നത് അനുമോൾ, ആര്യൻ, അക്ബർ എന്നിവരാണ്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെ ഷഫിൾ ചെയ്തിട്ട് അത് മാറ്റി വെച്ചാൽ മാത്രമേ സെക്കൻഡ് റൗണ്ടിലുള്ള മത്സരാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ഷഫിൾ ചെയ്ത് ബാഗിൽ വെക്കുന്ന സമയത്ത് ആര്യൻ പറയുകയാണ് സാബുമാനോട്, സാബു നീ അനുമോൾക്ക് വേണ്ടിയാണല്ലോ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത്, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ ഷഫിൾ ചെയ്തിടാനെന്ന് ആര്യൻ പറയുന്നു. സാബുമാൻ അതുകൊണ്ടൊന്ന് അനുമോളുടെ ഫ്രണ്ടിൽ വെക്കാൻ പോയ സമയത്ത് ആര്യൻ നമ്മുടെ നെവിനോട് പറയാണ്, നീ അനുമോളത്തും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുടാ. ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷഫിൾ ചെയ്ത് മൊത്തത്തിൽ കുളമാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുമോൾക്ക് പെട്ടെന്നൊന്നും അത് ഓർഡറിൽ വെക്കാൻ പറ്റത്തില്ല. ആരുടെയൊക്കെ ആ ഒരു മൈൻഡ് നോക്കണേ. ഗെയിമിനകത്താണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് ഒരാളെ തോൽപ്പിക്കുന്നത്. സ്വന്തമായിട്ട് ടാസ്കിൽ ജയിച്ചല്ലേ കാണിക്കുന്നത്, മറ്റൊരാളെ തോൽപ്പിക്കാൻ പോകുന്നത് എന്തിനാ? അത് ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സ്വയം ജയിക്കുക, മറ്റൊരാളെ തോൽപ്പിക്കാൻ നിൽക്കാതെ. നെവിൻ നിന്ന അതേ ട്രാക്കിലാണ് നമ്മുടെ ആര്യൻ ടാസ്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം നെവിൻ അവിടെ നിന്നിട്ട് ഒരുപാട് എന്താണ് നീ ചെയ്യുന്നതെന്നൊക്കെ ആര്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് വെക്കണമെന്നാണ് നെവിൻ പറയുന്നത്. ആര്യം പറയുന്നുണ്ട്, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നെന്ന് ആര്യം പറയുന്നുണ്ട്. ഗ്യാങ്ങായിട്ട് വന്നാലുണ്ടല്ലോ നിന്നെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മെയിൻ മോട്ടീവ് ഇപ്പം നീയാണെന്ന് ആര്യം പറയുന്നുണ്ട് നെവിനോട്. എന്നിട്ട് അനുമോള് നിന്ന ആ ട്രാക്കിൽ സാബുമാനാണ് നിന്നിരുന്നത്. സാബുമാനെ വന്നിട്ട് ആ മുള്ളെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് നെവിനോട്, ഇത് അനുമോൾക്കാണ്. അന്നേരം പറഞ്ഞിട്ട് ഓക്കേടാ തീർച്ചയായിട്ടും. അത് കണ്ടിട്ട് ആര്യം പറയണം, അനുമോൾ ഫേവറിസം. അനുമോളുടെ ട്രാക്കിലുള്ള ആ ഒരു കളറ് ചേഞ്ച് ചെയ്ത് ആദ്യം കൊണ്ടുവന്നിട്ട് വെച്ചു. യെല്ലോ നടുക്കാണെന്ന് അക്ബർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് നെവിനോട്. അനീഷും ആദിലെ അക്ബറും ഒക്കെ പറഞ്ഞിട്ട് നെവിനെ കൊണ്ട് തിരിച്ചു വെപ്പിക്കുന്നുണ്ട്. നെവിൻ വല്ല കൃത്രിമം കാണിച്ചാലോ എന്ന് കരുതിയിട്ട് ആദിലെ വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അനുമോളുടെ ട്രാക്ക്. അപ്പോൾ ആര്യനും വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്നതും കൂടി ഒന്ന് ചെക്ക് ചെയ്തേരാ ആദില.